പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിഭൃതം അസ്നാമി പ്രയതാത്മന. ഭഗവാന് എന്തെങ്കിലും ഒരു നിസ്സാരമായ സാധനം, പക്ഷെ എങ്ങനെ കൊടുക്കണം? ഭക്തിയാ. എങ്ങനെ കൊടുക്കണം? ആ ഭക്തിയോടുകൂടി കൊടുക്കാൻ സാധിക്കും. ഈ ഭക്തി എന്നുള്ള വാക്കുണ്ടല്ലോ, സത്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മുടെ വിചാരം ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ്. ഭക്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യുന്നത് അത്രയും ഭംഗിയാവും. നിങ്ങൾ പുരി ജഗന്നാഥിൽ പോയിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ ഉള്ളവരാരെങ്കിലും പോയിട്ടുണ്ടോ? അപ്പൊ അവിടെ ഭഗവാൻ ഭോഗപ്രധാൻ എന്ന് പറയും. അതായത് ഭഗവാൻ ഭക്ഷണത്തിന്റെ പ്രിയനാണ്. നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ കാണാത്തൊരു പ്രതിഷ്ഠയാണ് അവിടെ. അവിടെ കൃഷ്ണന് കൂടെ ബലരാമസ്വാമി ഉണ്ട്. കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയുടെ പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലമാണ് ഏത്? പുരി ജഗന്നാഥ്. ആർക്കെയും അറിയത്? അറിയില്ല. അപ്പൊ അവിടെ പുരി ജഗന്നാഥില് ഭഗവാന് ഭക്ഷണം. അപ്പൊ അവിടെ ഈ ഭക്ഷണം വെക്കുന്ന അവിടുത്തെ അടുപ്പുണ്ട്. അതൊരു ഗംഭീര സംഭവമാണത്. ഒരു അറ്റ് എ ടൈം എനിക്ക് തോന്നുന്ന ഒരു 400-500 അടുപ്പുകളുണ്ട്. ഈ അടുപ്പിലാണ് അവിടുത്തെ പൂജാരിമാര് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ ഏത് ഭക്തൻ അവിടെ വന്നാലും അവർക്കിപ്പം ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണം, ഭോഗ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് സാധാരണ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. രാവിലെ മലർ നിവേദിച്ചു കഴിഞ്ഞാൽ അത്, പിന്നെ പായസം, അത് ഇതെന്നൊക്കെ, അത് പണ്ടേ ഫിക്സഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇവിടെ അതല്ല. ഇവിടെ ഭക്തന്മാരെന്ത് സങ്കല്പിക്കുന്നു അതാണ് ആർക്ക് കൊടുക്കുക? ഭഗവാന്. ഇപ്പൊ പലരും വിചാരിക്കും എനിക്കൊരു 5 ഐറ്റം ഭഗവാന് കൊടുക്കണമെന്ന്. അതായത് ചോറ്, ഒരു കറി, ദാള്, ഒരു സബ്ജി, പിന്നെ ഒരു നമ്മൾ പറയില്ലേ ഒരു വെഴുക്ക് പുരട്ടി, അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ഖീർ എന്ന് പറയും, പായസം. ഇവരെങ്ങനെയത് ഉണ്ടാക്കുക അറിയോ? ഒരു അരിയൊക്കെ കൂടെ ഒരു പാത്രത്തിൽ കഴുകിയിട്ട് വെള്ളത്തിലിടും, പച്ചക്കറി എല്ലാം കൂടി നുറുക്കി, ഡാള്, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ എന്താ ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കാൻ പുതിയ മൺപാത്രത്തിൽ അതിൽ വെച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിലെല്ലാം മസാലയൊക്കെ ഇട്ട് പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ച് ഖീറുണ്ടാക്കാൻ അരിയൊക്കെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇടുമല്ല. എന്നിട്ട് ഇത് അടിയിൽ അങ്ങോട്ട് തീ കൊളുത്തി, ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ, കാരണം ഭഗവാനുള്ളതല്ലേ. പായസത്തിന്റെ കാര്യം, പായസം വെന്ത് കഴിഞ്ഞാൽ പാലൊഴിക്കും, അല്ലെങ്കിൽ അത് തിളച്ചു പോകുമല്ലോ. ഒരൊറ്റ അടുപ്പിൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് അങ്ങനെ അവർ പാകപ്പെടുത്തും. ആ ഒരു സമ്പ്രദായം കാണേണ്ടത് തന്നെയാണ്. അപ്പൊ അത് വെന്ത് കഴിഞ്ഞ മുകളിലത്തത് ആദ്യം വെന്തിട്ടുണ്ടാവും, പിന്നെ താഴെ. ഒരു മഹാത്ഭുതമാണത്. ഇത് പുരി ജഗന്നാഥൻ. ആർക്കെങ്കിലും അറിയാം ഇത്? എത്ര പേര് കണ്ടിട്ടുണ്ട്? അത് അവിടെ പോയി കാണേണ്ടതാണ് ഈ സമ്പ്രദായം, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഒരു സമ്പ്രദായം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ആ ഭക്തിയാ പ്രയച്ഛതി. എങ്ങനെയാണ്? ആ ഭക്തിയോടുകൂടി സമർപ്പിക്കുമ്പം അത് വളരെ ടേസ്റ്റി ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ തന്നെ ഭക്ഷണം വെക്കുമ്പോൾ നോക്കിക്കോളൂ, വെക്കുന്ന സമയത്ത് മനസ്സിൽ വേണ്ടാത്ത ഒരു ചിന്തയില്ല. മനസ്സ് സ്വസ്ഥാണെങ്കിൽ ഇടുന്ന മസാല ഒക്കെ കറക്റ്റ് ആയിരിക്കും, അതിന്റെ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ആണോ? എന്നാ നിങ്ങൾ എന്നിട്ട് എന്തായി അങ്ങനെ കുക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾ ആ ഭക്ഷണം കൊളായിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ ശ്രദ്ധ എവിടെയൊക്കെയോ പോയി, നിങ്ങൾ ആരോടൊക്കെയോ വർത്തമാനം പറഞ്ഞ അവക്കത് കിട്ടുക തന്നെ വേണമെന്ന്. ഇവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സാമ്പാർ കൊളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആർക്കോ കിട്ടണമെന്ന് വെച്ചിട്ട് ആ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തരത്തിൽ മനുഷ്യ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ഏത് കാര്യവും ഭംഗിയാവും. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തിയോട്, പ്രേമത്തോടുകൂടി തരണം, ആ ഒരു പ്രീതിയോടുകൂടി തരണം. ഇതൊക്കെ കേട്ട് സുദാമാവിന്റെ കയ്യിൽ അവിൽക്കിഴിയുണ്ട്. ആ അവിൽക്കിഴി കയ്യിൽ വെച്ച സുദാമാവ് കൃഷ്ണൻ, തരൂ സുദാമാവെ, എന്താ കൊണ്ടുവന്നത്, അതെനിക്ക് തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ നീട്ടി, എന്തു കൊണ്ടുവന്നാലും എനിക്കത് പ്രീതിയോടുകൂടി തരികയാണെങ്കിൽ എനിക്കത് തൃപ്തിയാവും എന്ന് പറഞ്ഞിങ്ങനെ കൈ നീട്ടിയപ്പോ സുദാമാവ് അവിൽക്കിഴി നേരെ പുറകിലോട്ട് വെച്ച് കളഞ്ഞു, കൊടുത്തില്ല. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണൻ ചോദിച്ചിട്ടും കൊടുക്കാത്ത ഒരാള് ആരേ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മളൊക്കെ ഇപ്പൊ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ കൊടുക്കും. കാരണം അതന്നെയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കാപ്പിയുടെ കൂടെ തരുന്നത്, അത് വേറെ കാര്യം. എന്നാലും അത് അങ്ങോട്ട് കൊടുക്കും നമ്മള്, ഇല്ലേ? അവർ ചോദിക്കാനാണ് വരിക. അല്ല, എന്നാലും അമ്മായി വീട്ടിൽ നിന്ന് വരുമ്പോൾ വല്ലതും കൊണ്ടുവന്നു ചോദിക്കാനോ വരുത്തോ? ഇടവരുത്തില്ല, നമ്മൾ കൊടുക്കും. അത്
അപ്പൊ ഇവിടെ ചോദിച്ചിട്ടും കൊടുക്കാത്ത ആളായിരുന്നു ആര്? സുധാമാവ്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? കൃഷ്ണൻ ചോദിച്ചാൽ കൊടുക്കണ്ടേ? വേണം വേണ്ടയോ? എന്താ കൃഷ്ണൻ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നത്? ഇതാരെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇതിലാണ് പലരും കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് പറയുക. അതായത് പണ്ട് അവില് രണ്ടുപേരും വിറക് കുടിക്കാൻ പോയപ്പം അവില് കൃഷ്ണന് ഒരു കയ്യിൽ കൊടുത്തു എന്നും എന്നിട്ട് കൃഷ്ണന് കൊടുക്കാതെ, അങ്ങനെയൊക്കെയുള്ള കഥകൾ വാസ്തവത്തിൽ ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥ ഇല്ല കേട്ടോ. അത് വേറെ എവിടുന്നോ വന്ന. ഇവിടെ എന്തായിരിക്കും സുധാമാവ് കൊടുക്കാതിരുന്നത്? ഈ സുധാമാവ് എന്താണ് കൊടുക്കാതിരുന്നത് എന്നത് അറിയോ? എന്താ കാരണം? ഇവിടെ 6-ാമത്തെ ശ്ലോകം അടിവരട്ടേക്ക്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സർവഭൂതാത്മ സാക്ഷാൽ തസ്യാഗമന കാരണം ചിന്തയെന്നാണ്. ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഈ സുധാമാവ് ഇങ്ങോട്ട് വന്നത്? ശ്രീകാമോമാന്നാണ്. ശ്രീ സമ്പത്ത്, കാമോ എന്നിൽ നിന്നും ആഗ്രഹിച്ചത് മാ അല്ല. സുധാമാവ് എന്നിൽ നിന്ന് യാതൊരു സമ്പത്തും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ടല്ല, യാചനയോടുകൂടിയിട്ടല്ല, പ്രതീക്ഷയോടുകൂടിയിട്ടല്ല ആര് പോയത്? അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ടോ? കേട്ടില്ലേ നിങ്ങൾ? ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ടല്ല, യാചനയോടുകൂടിയിട്ടല്ല, എന്തെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടല്ല ആര് പോയത്? സുധാമാവ്. അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ടോ ഇവിടെ? എത്ര പേര് അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ട്? നന്നായി, നല്ലതാണത്. അല്ല, അതാണ് ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ഇവിടെ സുധാമാവ് തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ അവിലെന്താ കൊടുക്കാത്തതിന് കാരണം? കാരണം സുധാമാവിന്റെ മനസ്സ് പറയുന്നുണ്ടാവും, ഞാൻ ഈ കിഴി അവൽ കൃഷ്ണന് കൊടുത്താൽ കൃഷ്ണനും ഇതുപോലെ ഒരു കിഴി എനിക്ക് തരുമ്പോ ഞാനും വേദിക്കണ്ടേ? എനിക്ക് കൃഷ്ണനിൽ നിന്ന് യാതൊന്നും വേണ്ട. അപ്പൊ കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് കൊടുക്കും? എനിക്ക് വല്ലതും വേണോ? ഒന്നും വേണ്ട. അപ്പൊ സുധാമാവ് തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്തിനാ വന്നത്? അദ്ദേഹത്തിന്റെ പത്നിയുടെ പ്രേരണ കൊണ്ടാണ്. എന്നാൽ പത്നിക്ക് ഞാൻ വലിയ സമ്പദ് സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കാം എന്ന് തീരുമാനിച്ചു. നോക്കൂ, ഭഗവാൻ എന്താണ് ആ അവിൽക്കിഴി തട്ടി എടുക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുന്നത്? പത്ന്യാ പതിവ്രതായസ്തു സഖാ പ്രിയ ചികിത്സയ. എൻ്റെ സഖാവിൻ്റെ പ്രിയന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് സമ്പതോ അമർത്യദുർലഭ, അവർക്ക് ഞാൻ സമ്പത്ത് കൊടുക്കണം. കാരണം ഇദ്ദേഹത്തിനെ നോക്കുന്നത് അവരാണ്. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഇത്തം വിചിന്യ വസന ക്ഷീരപത്താൽ ദ്വിജന്മന സ്വയം ജഹാര. കൃഷ്ണന് പതിവുള്ളൊരു കാര്യമാണ്. എന്ത്? ഒന്നും ചോദിച്ചെടുത്തുള്ള സംഭവമൊന്നുമില്ല. എല്ലാം തട്ടിയെടുത്തും തട്ടിപ്പറിച്ചൊക്കെ എടുത്ത ആളാണ്. രുക്മിണി ദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴിതാ അവിൽക്കിഴി തട്ടിയെടുത്തുകൊണ്ട് തട്ടിപ്പറച്ചെടുത്തിട്ട് ഭഗവാൻ അങ്ങനെ തട്ടിപ്പറച്ചെടുത്തു. എന്നിട്ട് ആ കിഴിയൊക്കെ തുറന്ന് ഒരു പിടി അവിലെടുത്ത് വായിലിട്ടിട്ട് പറയാണ്, നന്വേതുപനീതമ്മേ പരമപ്രീണനം സഖേന. ഓ, എന്താ ഒരു രുചി സുധാമാവേ! കക്ഷത്ത് വെച്ചോണ്ടാണോ? ആയിരിക്കുവോ? കക്ഷത്ത് വെച്ചോണ്ടായിരിക്കുവോ? അല്ല, ആ എന്തൊരു രുചിയാണ്! തർപ്പയന്ത്യംഗമാം വീര, എന്താ ഒരു സുഖം, ഒരു രസം, ഒരു രുചി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ 2ാമത്തെ പിടിയെടുത്ത് വായിലേക്ക് അങ്ങോട്ട് ഇടാൻ നേരത്താണ് രുക്മിണി ദേവി കൈ പിടിക്കുന്നത്. അതിപ്പോ കഥകളിയിൽ അഭിനയിക്കുന്നവർക്ക് അറിയോ എന്തിനാ പിടിച്ചതെന്ന് അറിയോ? എനിക്കറിയില്ല. എന്തിനാണ് രുക്മിണി ദേവി പിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രുക്മിണി ദേവിക്ക് കൃഷ്ണന്റെ മനസ്സ് മനസ്സിലായി. ഇവിടെ ഒരു പിടി അവില് വായിലിടുമ്പോഴേക്കും അവിടെ വീട് പൊളിച്ച് റീകൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പില്ലർ കയറി, കോളം വാർത്ത്, പ്ലാസ്റ്ററിങ് കഴിഞ്ഞ്, വീടിന്റെ എല്ലാ ഫർണിച്ചറൊക്കെ കഴിഞ്ഞ് ഒരു ഒറ്റ പിടി കൊണ്ട് വീട് പണി പൂർത്തിയാക്കി. കോൺട്രാക്ടറിന് പൈസ വരെ കൊടുത്തു കഴിഞ്ഞു. 2ാമത്തെ പിടി അവിലില് ഭഗവാൻ രുക്മിണി ദേവിയോട് പോലും പറയാണ്, കുറച്ച് നാൾ അവിടെ പോയി സേവനം ചെയ്യേ, പണിയെടുക്ക്.
അപ്പൊ ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ ഓർഡർ ആർക്ക്? രുക്മിണി ദേവിക്ക്. അതിന് പോലും ഭഗവാൻ മടി കാണിച്ചില്ല എന്നാണ്. ആ സമയത്താണ് രുക്മിണി ദേവി എന്നെ ട്രാൻസ്ഫർ ചെയ്യണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, എന്നെ വിടല്ലേ കൃഷ്ണ. ആ ഒരു പിടിയില് കൃഷ്ണൻ തന്നെ പോലും വിടുമോ എന്നൊരു പേടി അതിൽ ഭഗവാനെ പിടിച്ചു വെച്ചു. ഭഗവാൻ പിന്നെ സുധാമാവനോട് കുശലങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ രാത്രി അവിടെ കൂടി. പിറ്റേ ദിവസം ഒരു മര്യാദല്ലേ, ഒന്ന് ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് പോവുക. അപ്പൊ ഭഗവാനെ കൃഷ്ണ ശരി കാണാം. സുധാമാവ് പിറ്റേ ദിവസം കൃഷ്ണൻ എണീക്കുന്നതിന് മുമ്പ് എണീറ്റ് തൻ്റെ നിത്യകാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. സുധാമാവ് കൃഷ്ണനോട് യാത്ര പോലും പറയാൻ കാത്തുന്നില്ല. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും സുധാമാവ് അത്ര ഏർലി മോർണിംഗ് പുറപ്പെട്ടത്? അപ്പോഴും സുധാമാവിനൊരു വിചാരമുണ്ട്, എന്ത്? എന്തെങ്കിലുമൊക്കെ എനിക്ക് തന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന്. കൃഷ്ണനിൽ നിന്ന് ഒന്നും വേണ്ട. എന്നിട്ട് പുറത്ത് വന്നിട്ട് ആ സുധാമാവ് പറയുന്ന ഒരു വരി നോക്കൂ നിങ്ങൾ, 20-ാം ശ്ലോകത്തിൽ 80-ാമത്തേതില് പറയുന്നു, അതനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈതമം സ്മരേ ഇതി കാരുണികോ നൂനം ധനം മേ അപൂരിനാഥതൽ. ധനമില്ലാത്ത എനിക്ക് അധനോയം ധനം പ്രാപ്യ, എനിക്ക് ധനം തന്നാൽ ഞാൻ ഭഗവാനെ എല്ലാം, അല്ലെങ്കിൽ എൻ്റെ അനുഷ്ഠാനമെല്ലാം, അല്ലെങ്കിൽ എൻ്റെ നാമസ്മരണമെല്ലാം ഞാൻ മറക്കൂ എന്ന് കരുതി, എൻ്റെ അനുഷ്ഠാനത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് കരുതി എന്നോടുള്ള കാരുണ്യം കൊണ്ട് കൃഷ്ണൻ എനിക്കൊന്നും തന്നില്ല. ഒന്നും തരാത്തത് കൃഷ്ണന്റെ ഒരു ഒന്നും തരാത്തത് കൃഷ്ണന്റെ ഒരു കാരുണ്യം. ഇത് നമ്മുടെ വായിന്ന് അങ്ങനെ എളുപ്പത്തിലൊന്നും വരില്ല അത്. കാരണം നമുക്കൊക്കെ പലതും കിട്ടിയാലേ കാരുണ്യം തോന്നുള്ളൂ. ഓ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ നടക്കണു എന്ന് പറയും. ആണോ? പലരും അങ്ങനെയല്ല പറയാ. ഇങ്ങനെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു പോകും, ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ നന്നായി ഗംഭീരായി. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കൂ, എന്നാലും ഭഗവാൻ ഇങ്ങനെ ഒരു കാരുണ്യം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന്. കാരണം ആ മരുമകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നാൽ അത് കാരുണ്യാണ്. ഇവിടെ സുധാമാവാണെങ്കിലോ ഒന്നും തരാത്തത് ഭഗവാന്റെ ഒരു കാരുണ്യം. അത് എളുപ്പമാണോ സാധാരണക്കാർക്ക്? ഇതൊരു സാധാരണ മനുഷ്യർക്ക് എളുപ്പമാണോ? ഒരുപക്ഷെ സുധാമാവ് ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു വിചാരിക്കുക. നിങ്ങളന്ന് ദ്വാരകയിലുണ്ടെന്ന് വിചാരിക്കുക. ആ സുധാമാവ് പുറത്തു വരുമ്പോൾ നിങ്ങൾ സുധാമാവിനെ കണ്ടാൽ എന്താ ചോദിക്കുക? എന്തൊക്കെയാ സുധാമാവെ കൃഷ്ണനെ കണ്ടിട്ട് എന്താ തന്നത് എന്ന്. അതാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത്. കാരണം നമുക്ക് ആ ലെവലേ അറിയുള്ളൂ. സുധാമാവിന്റെ ആ തലം നമുക്ക് അറിയില്ല. സുധാമാവ് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുമ്പം, ഇന്നത്തെ ആണുങ്ങളാണെങ്കിൽ ഒന്നും കൃഷ്ണന്റെ അടുത്ത് നിന്ന് മേടിക്കാതെ തിരിച്ച് സ്വന്തം വീട്ടിൽ പോവോ? മനസ്സിലായില്ലേ നിനക്ക്? സ്വന്തം വീട്ടിൽ പോവോ? കാരണം എന്താ അത് മനസ്സിലായില്ലേ നിനക്ക്? എന്തുകൊണ്ട് വീട്ടിൽ പോവില്ല? മിക്കവാറും ഭാര്യ ചൂലെടുത്ത് അല്ലേ ഓടിച്ചിട്ടുണ്ടാവും മനുഷ്യനെ. കയ്യും വീശി വന്നിപ്പ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലേ ആട്ടു ഓടുന്ന. അതുകൊണ്ട് ഭാര്യയെ പേടിച്ച് മിക്കവാറും കാശിക്ക് പോയിണ്ടാവും. ഇനി ആ വീട്ടിലേക്ക് ഒരിക്കലും, രാമായണത്തിലൊരു വരിയുണ്ടല്ലോ, അവളെ പേടിച്ചാരും ആ വഴി നടപ്പില്ല എന്ന്. രാമാവിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം ഭാര്യ അദ്ദേഹത്തിന്റെ ആ ഒരു 2 പേരെ ട്യൂണിങ് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് ഭാര്യയ്ക്കും അതിലൊരു പരാതി. അങ്ങനെ സുധാമാവ് ഒന്നും ചോദിക്കില്ല എന്നുള്ളത് ആർക്കറിയാം? അപ്പൊ പിന്നെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും സുധാമാവ് വീട്ടിലെത്തുമ്പം ടോട്ടൽ കൺഫ്യൂഷനായി. കാരണം പഴയ വീടൊന്നും കാണുന്നില്ല. അവിടെ വലിയ ഹൈവേ ഒക്കെ ഉണ്ടായി, ഇപ്പുറത്തെ ഹൈവേ പോലെയാണ്. പുതിയ റോഡൊക്കെ ഉണ്ടായി, കംപ്ലീറ്റ്ലി സ്ഥലമൊക്കെ മറന്ന്. എന്നിട്ട് സുധാമാവ് മുന്നോട്ട് പോകുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി, ബ്രഹ്മൻ എന്നൊരു വിളി. സുധാമാവിന്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുക,
ബ്രഹ്മൻ, ഭഗവൻ എന്നൊക്കെയാണ്. പഴയ കാലത്തൊക്കെ സ്ത്രീകൾ അങ്ങനെ വിളിക്കുമായിരുന്നു അത്രേ. ആരെ വിളിക്കും? ഭർത്താവിനെ. വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രഹ്മൻ എന്നൊക്കെയുള്ള വിളി. ഞാനൊരിക്കലും ഇങ്ങനെ സത്താഹത്തിലൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മൻ തന്നെ വിളിക്കുക. ബ്രഹ്മൊന്നുമല്ല, പരബ്രഹ്മം എന്നാണ് അത്ര വിളിക്കുക. കാരണം റിട്ടയർമെന്റിന് ശേഷം അയാൾ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുകയാണ് അത്രേ. പരബ്രഹ്മം പോലെ ഇരിക്കണമെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ ഭർത്താവ് ബ്രഹ്മൻ എന്നുള്ള വിളി കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഭാര്യയാണ് സുശീല. പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം ആളൊക്കെ ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന വീട് കൊട്ടാര സദൃശ്യം, ഒന്നിനും ഒരു കുറവില്ല. തമാശയായിട്ട് പറയും, രാവിലെ ഈ സുധാമാവിന്റെ ഭാര്യ എണീറ്റപ്പോ തന്നെ തോഴിമാര് ചോദിക്കുന്നത് അത്രേ, ചൂടുവെള്ളം വേണോ കുടിക്കാൻ, തണുത്ത വെള്ളം വേണോ, പിന്നെ കാപ്പിക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, ഏത് പലഹാരം വേണമെങ്കിലും റെഡിയാണ്, ഒന്നിനൊരു കുറവില്ല. സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതം. അത് കണ്ടപ്പോൾ സുധാമാവ് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുന്ന 4 വരികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൽ വന്ന ആ ഒരു ഭക്തി, ആ ഒരു പ്രാർത്ഥന, നമ്മൾ പറയുന്ന ഭക്തി, അദ്ദേഹം പറയാണ്, തസ്സൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷ പ്രസംഗ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷ പ്രസംഗ.